വയനാടിനെ പറ്റി ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാര്യം ഞാൻ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വയനാട്ടിൽ പോയി ക്ലാസ് എടുക്കുകയും ആ വയനാടിനെ പറ്റി ഒരുപാട് അറിയുകയും ചെയ്തതാണ്. ഒരുപാട് കുട്ടികൾ അവിടുന്ന് മറ്റുള്ള വിദൂര സ്ഥലങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ കോഴ്സിന് പോകുന്നതായിട്ടുള്ള വിവരം കിട്ടുകയും അവിടുന്ന് ധാരാളം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള നമ്മൾ സൈലം സ്കൂൾ തുടങ്ങിയ ശേഷം ഒരുപാട് പാരൻസിൻ്റെ റിക്വസ്റ്റ് നമുക്ക് ആൾറെഡി വയനാടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെയാണ് ആക്ച്വലി ഞങ്ങൾ രാജൻ ബാബു സാറിൻ്റെ രീതിയിൽ അവിടെ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാൻ. അല്ല നീൽ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് വയനാട് ജില്ലയിലെ കുട്ടികൾക്ക് ഈ സാധ്യത ഇല്ലാത്ത ഒരു ഹിസ്റ്ററിയാണ് ആ ജില്ലക്കുള്ളത്. അവിടേക്കാണ് സൈലം വരുന്നത്. ഞാൻ രാജൻ ബാബു, ഞാൻ വയനാട് ജില്ലയിലെ സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോർഡിനേറ്ററാണ്. വളരെ സന്തോഷം. കൽപ്പറ്റ സെൻറ് ജോസഫ്സ്. വളരെ സന്തോഷം. കാരണം ആദ്യമായിട്ടൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ വയനാട്ടിലോട്ട് കൊണ്ടുവന്നത് സൈലമാണ്. വയനാട്ടിലെ ഞാൻ 10-24 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് മിടുക്കരായ പിള്ളേരുണ്ട്. അവർക്ക് പഠിക്കാനായിട്ട് യാതൊരു സാഹചര്യവും വയനാട്ടിലില്ല. ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പോലത്തെ ആ പിള്ളേരെല്ലാം കോഴിക്കോടും മറ്റു ജില്ലകളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ സൈലമാണ് ആദ്യമായിട്ട് ആ മക്കൾക്ക് സ്വന്തം ജില്ലയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി. എങ്ങനെയുണ്ട് കൽപ്പറ്റക്കാർ ഇതിനോട്? എങ്ങനെയാണ്? വളരെ നല്ല റെസ്പോൺസാണ്. എനിക്ക് ഡെയിലി ഇഷ്ടംപോലെ പേരൻസ് അടുത്ത് വരികയും ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എല്ലാം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം പേരൻസ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ്. സുൽത്താൻ ബത്തേരി വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. വളരെ നല്ല റെസ്പോൺസ്. പിള്ളേരും പേരൻസ് ഇത് ഏറ്റെടുത്തിരിക്കുക എന്ന് തന്നെ പറയാൻ. ഇനി ചുരം ഇറങ്ങി ആരും ഇങ്ങോട്ട് വരണ്ട, ചുരം കയറി ഞങ്ങൾ അങ്ങോട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ചുരം ഇറങ്ങി ഞങ്ങൾ കുട്ടികളെ തരുവോ അല്ല. നമ്മളെ കൂടെ വയനാട് ജില്ലയിലൊരു മോനും കൂടെ നമ്മളുടെ കൂടെ ഉണ്ട്. പറയാം. വിജയ് മോഹൻ സ്റ്റേറ്റ് ആയിരുന്നു CBSE ആയിരുന്നു? സ്റ്റേറ്റ് 10th വരെ പഠിച്ചത്. ഇപ്പൊ CBSE വരികയാണല്ലേ? വേണ്ട, എല്ലാം നമ്മൾ നോക്കിക്കോളും. നീറ്റോ ചെയ്യോ മോൻ? നീറ്റാണ്. അങ്ങനെ വയനാട് ജില്ലയിൽ നിന്ന് ഒരു ഫ്യൂച്ചർ ഡോക്ടറെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അടിപൊളിയാക്കാം മോൻ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ആ ജില്ല തകർക്കും. വയനാട് ഓക്കെ, ബൈ ബൈ. ഒരു റെവല്യൂഷൻ ആണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. വയനാട് നമ്മൾ തകർക്കും.